To all, today we are going to teach changes of accounting policies or change in accounting estimate profit prior to incorporation. അതായത് നമ്മുടെ ഒരു കമ്പനി പീരീഡ് ഓഫ് ടൈമിൽ സംഭവിക്കുന്ന ചേഞ്ചസുകളെ എങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ചേഞ്ചസുകളെ എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നു, ഇത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പ്രോബ്ലം. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ 2019-20 ദ പ്ലാന്റം ലിമിറ്റഡ് ഡിസ്കവേർഡ് ദാറ്റ് certain items had been included in inventory as on 31st March 2019 valued at 42 lakh. അതായത് 31st മാർച്ച് 2019 ഇൻവെൻട്രി വാല്യൂ ചെയ്തേക്കുന്നത് 42 lakh ആണ്. വിച്ച് ഹാഡ് ഇൻ ഫാക്ട് ബീൻ സോൾഡ് ബിഫോർ ദ ഇയർ എൻഡ്. അത് വർഷമാവണേക്കാളും മുമ്പ് തന്നെ അത് വിറ്റതായിട്ട് കണ്ടുപിടിച്ചു. വിച്ച് ഹാഡ് ഇൻ ഫാക്ട് ബീൻ സോൾഡ് ബിഫോർ ദ ഇയർ എൻഡ്. ദ ഫോളോയിങ് ഫിഗേഴ്സ് ഫോർ ദ ഇയർ എൻഡഡ് 31st മാർച്ച് 2019 ആസ് റിപ്പോർട്ടഡ്. അതായത് 31st മാർച്ച് 2019 ആൻഡ് ഫോർ ദ ഇയർ എൻഡഡ് 31st മാർച്ച് 2019 ഡ്രാഫ്റ്റഡ് ആർ അവൈലബിൾ. അതായത് നമുക്ക് 2019 ഇൻഫർമേഷൻ 2020 ഇൻഫർമേഷൻസും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അതുകൂടാതെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇൻവെൻട്രി 31/3/2019 ഇൻവെൻട്രി നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് 42 lakh ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സെയിൽസ് 31st മാർച്ച് 2019 4 crore 74 lakhും 31st മാർച്ച് 2010 6,72 crore. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 3,45,70,000 5 crore 58 lakh ഒക്കെയാണ്. അങ്ങനെ നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് 1,28,30,000 1 crore 14 lakh ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻകം ടാക്സ് എമൗണ്ട് തന്നിട്ടുണ്ട് 38,80,000 34 lakh. ഇനി അപ്പം നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടുകൾ രണ്ടും തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട് പ്രോബ്ലത്തിൽ. റിസർവ് ആസ് ഓൺ 1st April 2020 were 1 crore 13 lakh. റിസർവ് തന്നിട്ടുണ്ട്, ആ എമൗണ്ട് വന്നിരിക്കുന്നത് 1,30 crore ആണ്. ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2019-20 ഇൻക്ലൂഡ് ദ 42 lakh എറർ ഇൻ ഓപ്പണിംഗ് ഇൻവെൻട്രി. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ദ ഇൻകം ടാക്സ് റേറ്റ് വാസ് 30% ഫോർ ദി ഇയർ 2019 ആൻഡ് 2019-20. അപ്പോൾ ഇൻകം ടാക്സിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് 30%. ഈ ഇൻകം ടാക്സ് എമൗണ്ടിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഹൗ വിൽ ദിസ് ബി ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. നമുക്കപ്പോൾ രണ്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സും. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രോബ്ലത്തിൽ ബ്രാക്കറ്റിൽ തന്നേക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട ഐറ്റംസാണ്. ഇപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനും അഡ്ജസ്റ്റ്മെൻറ്റ് വേണം, അതുപോലെ ഇൻകം ടാക്സിനും. രണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സെറ്റിൽ തന്നിട്ടുണ്ട്. ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫോർ ദി ഇയർ എൻഡ് ടു ഇൻക്ലൂഡ് 42 lakh എറർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗ് ഇൻവെൻട്രിയിൽ. ദ ഇൻകം ടാക്സ് റേറ്റ് വാ 30% ഫോർ ദി ഇയർ 30% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രാക്കറ്റിൽ തന്ന രണ്ട് ഐറ്റംസിനും നമ്മൾ എന്ത് കൊടുക്കണം? അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊടുക്കണം. ഇനി നമുക്ക് ആദ്യം തന്നെ അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് രണ്ടെണ്ണം കണ്ടുപിടിക്കാം. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും പിന്നെ ഇൻകം ടാക്സും. അപ്പോൾ രണ്ട് വർക്കിംഗ് നോട്ടാണ് നമുക്ക് വരാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്നതും ഇൻകം ടാക്സും. ഇത് നമ്മുടെ വർക്കിംഗ് നോട്ട് 1 ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രോബ്ലം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നേക്കുന്നത്
3 crore 45 lakh 70,000. ആ ക്വസ്റ്റ്യനിലെ പ്രോബ്ലത്തിലെ എമൗണ്ട് തന്നെ നമ്മൾ എഴുതിയെടുക്കുക. ഇവിടെ നോക്കി 5 crore 58 lakh. ഈ എമൗണ്ടുകൾ തന്നെ നമ്മൾ എഴുതാം ആസ് സ്റ്റേറ്റഡ് ഇൻ ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾക്ക് ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് വന്നിട്ടുണ്ട് ഇവിടെ. അതായത് certain items has been included in inventory as on 31st was valued at 42 lakh which were in fact been sold before the year end. ഈ 42 lakh നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നമ്മൾ ഈ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി നടത്തണം. അപ്പം നമ്മൾ ഇത് രണ്ടും പ്രോബ്ലത്തിൽ കണ്ടു. പിന്നെ പറയുന്ന ഈ 42 lakh ഈ എമൗണ്ടിൽ നിന്ന് കൂട്ടി എഴുതണം, അതുപോലെ ആഡ് ചെയ്യണം, ഈ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്തും കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് തന്നിട്ടുണ്ട് 3,45,000 70,000 5,58,000 5 crore 58 lakh. ഇനി നമ്മൾ അവരൊരു 42 ലാക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഈ 42 ലാക്ക് 2019 നമ്മൾ ആഡ് ചെയ്തും കാണിക്കണം, 2020 ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തും കാണിക്കണം. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമ്മൾ അടുത്ത വർക്കിംഗ് നോട്ട് ഉണ്ടാക്കേണ്ടത് ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ ഇൻകം ടാക്സിനെ കുറിച്ച് നമ്മുടെ പ്രോബ്ലത്തിൽ എത്രയാണ് തന്നേക്കണേ? പ്രോബ്ലത്തിൽ 38,80,000 34 lakh. ആ രണ്ട് എമൗണ്ടും ആസ് സ്റ്റേറ്റഡ് ഇൻ ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് എമൗണ്ട് ഇതാ. ഇനി നമ്മുടെ അടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് 30%. ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻകം ടാക്സ് റേറ്റ് വാസ് 30% ഫോർ ദി ഇയർ. 30% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻവെൻട്രി ഇവിടെ ഇൻവെൻട്രി എന്ന് പറയുന്നത് 42 lakh ആണ്. ഈ 42 lakhൻ്റെ 30% നമ്മൾ ഇൻകം ടാക്സ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. 30% ആയിട്ട് നമ്മൾ ഇൻകം ടാക്സ് കണ്ടുപിടിക്കണം. 42 lakhൻ്റെ 30%. 42 lakh എന്ന് പറയുമ്പോൾ നമ്മൾ ആ എറർ വന്നില്ലേ, ആ എമൗണ്ട് അതിൻ്റെ 30% നമ്മൾ 2019 ലെസ് ചെയ്തും കാണിക്കണം. അതുപോലെ തന്നെ 2020 ഈ എമൗണ്ട് അതായത് 42 lakhൻ്റെ 30% ആഡ് ചെയ്തും കാണിക്കണം. ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ രണ്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തു. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഇൻകം ടാക്സും. ഇത് രണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നേക്കണേ. അപ്പം നമ്മൾ ആദ്യം പ്രോബ്ലത്തിൽ തന്നേക്കണ ക്വസ്റ്റ്യൻ്റെ ആ എമൗണ്ട് തന്നെ എഴുതി. നെക്സ്റ്റ് എന്താണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടത്, ആ എമൗണ്ടും കൂടി എഴുതണം. അതുപോലെ തന്നെ ഇൻകം ടാക്സിലും ക്വസ്റ്റ്യനിൽ തന്നേക്കണ എമൗണ്ട് ഏതാ അതിന് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റും അത് കഴിഞ്ഞിട്ട് 30% ആണ് ഇവിടെ പറഞ്ഞേക്കണേ, ആ എമൗണ്ടും കൂടി എഴുതി നമ്മൾ ചെയ്യാം. അങ്ങനെ നമ്മളുടെ വർക്കിംഗ് നോട്ട് രണ്ടെണ്ണം കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാം. നമ്മുടെ അടുത്ത് രണ്ട് അക്കൗണ്ട്സാണ് പ്രിപ്പയർ ചെയ്താക്കാൻ പറഞ്ഞേക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിങ്സും. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നേക്കുന്ന ഐറ്റം സെയിൽസ് 4 crore 74 lakh അതുപോലെ 6 crore 72 lakh. അപ്പം നമ്മൾ ആ എമൗണ്ട് അങ്ങനെ തന്നെ എഴുതാം. ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇത് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, അതായത് ഇതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് എത്രയാണ്? നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇവിടെ എമൗണ്ട് കണ്ടുപിടിച്ചിട്ടില്ലേ, അത് എത്രയാണ്? 3 crore 87 lakh 70,000. അതുപോലെ തന്നെ 5 crore 16 lakh. ആ രണ്ട് എമൗണ്ടും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച ആ എമൗണ്ട് എഴുതാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ. ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ പ്രോഫിറ്റാണ് ഈ 16,30,000. നെക്സ്റ്റ് 1 crore 56 lakh. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. ടാക്സ് എമൗണ്ട് ഇതിൽ നിന്ന് കുറയ്ക്കുക. അപ്പം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. നമ്മൾ ടാക്സ് ഇവിടെ കണ്ടുപിടിച്ചിരുന്നില്ല, നോക്കിയേ ടാക്സ് എത്ര? ഇൻകം ടാക്സ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് കിട്ടിയേ? 26,20,000 46,60,000. ഈ രണ്ട് എമൗണ്ട് നമ്മൾ എഴുതാം. എഴുതിയിട്ട് ആ എമൗണ്ടുകൾ രണ്ടും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും.
ഇത്രയേ ഉള്ളൂ. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തില്ലേ, ആ 2 എമൗണ്ടും എഴുതാം. അപ്പം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ടാക്സ് എമൗണ്ട് കുറച്ച് ചെയ്യുമ്പോൾ, ഇതാണ് ടാക്സ് എമൗണ്ട്, ഈ എമൗണ്ട് കുറച്ച് പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് കുറച്ച് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പം നമ്മുടെ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. എങ്ങനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് കണ്ടുപിടിക്കുക? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, റിസർവ് ആസ് ഓൺ 1st April 2020 were 1 crore 30 lakh. അതായത് റിസർവ് എന്ന് പറയുന്നതാണ് ഏത്, ഈ റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ ആ എമൗണ്ട് 1,30,000 എന്ന് നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ 1,30,000 എഴുതാം. ഇത് 2019 എന്താ പറയുക, റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. 2020 ആകുമ്പോൾ ഈ 2019 റിസർവും കൂടി നമ്മൾ ആഡ് ചെയ്യണ്ടേ. അപ്പോൾ 2019 പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരാം? 2019 എന്ന് പറയുമ്പോൾ 89,50,000. അപ്പം 1,30,000 കൂടെ 1,30,000 കൂടെ നമ്മൾ ആ വർഷത്തെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യാം. അതായത് 89,50,000, സോറി 89,50,000, 89,50,000 ആ എമൗണ്ട് കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2,19,50,000 2 crore 19,50,000 കിട്ടും. ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായാൽ? നമ്മുടെ പ്രോബ്ലത്തിൽ 1,30,000 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. റീറ്റെയിൻഡ് ഏർണിങ്സ് 2019 ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. 2020 ആകുമ്പോൾ നമുക്ക് ഉറപ്പാണ് 19 കൂടെ നമ്മൾ ആ വർഷം ഏൺ ചെയ്ത പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യണം. ആ വർഷം എന്ന് പറയുമ്പോൾ 2019 നമ്മൾ ഏൺ ചെയ്തേക്കുന്നത് 18,50,000 ആണ്. അപ്പം നമ്മൾ 1,30,000 നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ കൂടെ 18,50,000 കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 crore 19,50,000 കിട്ടും. പിന്നെ നമ്മൾ കറക്ഷൻ ചെയ്യാനുള്ള എമൗണ്ട് റീറ്റെയിൻഡ് ഏർണിങ്സിൽ നമ്മളുടെ അടുത്ത് കറക്ഷൻ പറ്റിയിട്ടുണ്ട്. അത് എത്ര എമൗണ്ടാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ കറക്ഷൻ പീരീഡ് ഫോർ ദി എറർ 29,40,000 ഇട്ട് കഴിയുമ്പോൾ നമുക്കിവിടെ 1,30,000 തന്നെ കിട്ടും. ഇവിടെ നമ്മൾ അത് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 crore 19,10,000 കിട്ടും. ഇനി നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് അതിൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയായിരുന്നു നമ്മുടെ പ്രോഫിറ്റുകൾ? 6,10,000 1 crore 9,40,000. ആ എമൗണ്ട് നമ്മൾ അങ്ങനെ തന്നെ അവിടെ എഴുതാം. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതി. ആ എമൗണ്ട് നെറ്റ് പ്രോഫിറ്റ് പ്രീവിയസ് ഇയറിലുമായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായി. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ള 2 അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും റീറ്റെയിൻഡ് ഏർണിങ്സും. ഈ ക്വസ്റ്റ്യനിൽ ഈ ബ്രാക്കറ്റിൽ തന്ന ഐറ്റംസിനാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ ഇൻകം ടാക്സും 2ൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റീറ്റെയിൻഡ് ഏർണിങ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുള്ളവർ എന്നെ വിളിച്ചു ചോദിച്ചോട്ടാ. ഓക്കെ, താങ്ക് യു.